കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ സജീവമായി നിൽക്കുന്ന ഒന്നാണ് വന്യജീവി ആക്രമണം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇന്ന് വയനാട്ടിൽ ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു. മറ്റൊരു കാഴ്ച നമ്മൾ ഇന്ന് വയനാട്ടിൽ കണ്ടത് വനംവകുപ്പിന്റെ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി ഒരു കർഷകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതാണ്. ആനയും കാട്ടുപന്നിയും തകർത്തെറിഞ്ഞ് കൃഷിയിടങ്ങളുള്ള കർഷകരുടെ വിലാപത്തിന്റെ പ്രതീകമായിരുന്നു ആ പ്രതിഷേധം. കാട്ടാന ആക്രമണ മരണങ്ങളിൽ സർക്കാർ അനാസ്ഥ ആരോപിച്ച് UDF വയനാട് ജില്ലയിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ നടവയലിലെ കർഷകരുടെ പ്രതിനിധിയാണ് കണ്ണൻ എന്ന മനുഷ്യൻ. കൃഷി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഉപജീവനം. കാട്ടാന അദ്ദേഹത്തിൻ്റെ തോട്ടം പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഇതേ തുടർന്ന് വനം വകുപ്പിനെതിരെ ഒരു പ്രതിഷേധവുമായി കണ്ണൻ മുന്നോട്ട് വന്നു. KC കണ്ണൻ എന്ന കർഷകൻ ആറ്റുനോറ്റുണ്ടാക്കിയ വിളകളിൽ നിന്ന് തുടങ്ങാം പ്രതിഷേധ വഴിയിലേക്കുള്ള യാത്ര. ഈ കാണുന്ന കൃഷിയിടത്തിന് 1 കിലോമീറ്റർ അകലെയാണ് വനം. രാവിലെത്തിയാൽ കൊമ്പന്മാർ കാടിറങ്ങും. വാഴ മുതൽ ഇഞ്ചി വരെയുള്ള വിളകളത്രയും നശിപ്പിക്കും. കാവൽമാടത്തിൽ രാപ്പകലില്ലാതെ കാവലുണ്ടായിട്ടും അവസ്ഥ ഇതുതന്നെ. 1000-ഓളം വാഴകളാണ് പാട്ടകൃഷിഭൂമിയിൽ കാട്ടാനയും പന്നിയുമടക്കമുള്ള വന്യമൃഗങ്ങൾ നശിപ്പിച്ചത്. പലിശയ്ക്ക് കടമെടുത്താണ് കൃഷി. അത് വീട്ടണമെങ്കിൽ വിളവ് കിട്ടണം. വിളവാകും മുമ്പേ കൃഷിയെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിച്ചാൽ പിന്നെ എന്തു ചെയ്യും? സ്ഥിരമായിട്ട് തന്നെ പണി. കഴിഞ്ഞൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച മനുഷ്യന് ഞാൻ. എന്നിട്ടും ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല. എന്നിട്ടും കയ്യിൽ പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്താക്കി രണ്ടാമത് തുടരെ ആ കടം വീട്ടാലിച്ചിട്ട് കടം വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ കൊല്ലം നഷ്ടത്തിൽ സംഭവിച്ചത്. ഈ കൊല്ലം ഞാൻ എനിക്ക് കയ്യിൽ നിന്ന് കൂട്ടാനുമല്ല, ജനങ്ങളോട് ചോദിക്കാനുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഇത് നടവയലിലെ ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ കർഷകരുടെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെ. ഈ കണ്ണനെ പോലുള്ള കൃഷിക്കാർ, അതും ആദിവാസി മേഖലയിൽ നിന്ന് പണി വിഭാഗത്തിലുള്ള ഒരു കർഷകനാണ്. ഇത് 5-8 ലക്ഷം രൂപ മുടക്കി കൃഷി എടുക്കാന്ന് പറഞ്ഞാൽ സ്ഥിരമായി കൃഷി എടുക്കും. ഈ കൃഷി സ്ഥലത്തെ പണി കഴിഞ്ഞാൽ അദ്ദേഹം കൂലിപ്പണിക്ക് വന്നാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ചങ്ക് പൊട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ തന്നെ. അത്രമാത്രം വിഷമമുള്ള സംഭവം. എൻ്റെ വയലാണ്, ഞാനിത് പാട്ടത്തിന് കൊടുത്താണ്. പാട്ട പൈസ പോലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ആദ്യം വർഷക്കാലത്തായിരുന്നു, ഇപ്പോൾ ഫുൾ ടൈം 12 മാസവും ആനയാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ രാത്രിയിൽ പനോരം ടൗണിലേക്ക് ഒരു രോഗിനെ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ മാത്തൂർ ഇവിടെ മുതൽ കായക്കുന്ന് മുതൽ മാത്തൂർ ഫുൾ ടൈം റോഡിൽ ആനയാണ്. ഇന്ന് രാവിലെ 9:30-യോടെയാണ് കണ്ണൻ വനംവകുപ്പിന്റെ ഔട്ട്പോസ്റ്റ് കെട്ടിടത്തിന് മുകളിൽ റൗണ്ടപ്പ് കീടനാശിനിയുമായി കയറിയത്. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണൻ വഴങ്ങിയില്ല. ഫയർഫോഴ്സും ഇതിനിടെ സ്ഥലത്തെത്തിയിരുന്നു. നശിച്ച വിലകൾക്ക് നിയമാനുസൃതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെയാണ് കീടനാശിനി ഉപേക്ഷിച്ച് കെട്ടിടത്തിന് താഴെ ഇറങ്ങാൻ കണ്ണൻ തയ്യാറായത്. കാട്ടാന 2 ദിവസം കൊണ്ട് വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെട്ട വാഴകളുടെ നഷ്ടപരിഹാരം നോംസ് അനുസരിച്ചുള്ളത് അയാൾക്ക് കൊടുക്കാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസായിട്ട് DFOയോട് അറിയിച്ചിട്ടുണ്ട്. അയാൾക്ക് അഡ്വാൻസായിട്ട് ഒരു തുക നൽകണമെന്ന്. അത് അയാളുടെ നഷ്ടപരിഹാരം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് പിടിക്കും. നടവയൽ മേഖലയിൽ 5 കിലോമീറ്ററോളം വനാതിർത്തിയിലെ സംരക്ഷണ ഭിത്തി ഇല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ ഭാഗത്തുകൂടിയാണ് കാട്ടാനകൾ ഇറങ്ങി വരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. വ്യാപകമായ കൃഷിനാശമാണ് വന്യമൃഗങ്ങൾ ഇവിടെ വരുത്തുന്നത്. കാട്ടാന ആക്രമണങ്ങളിൽ 2 പേർ മരിച്ച സംഭവത്തിന് പിന്നാലെ വയനാട് ഇന്ന് UDF നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല, വയനാടിന്റെ മാത്രം അനുഭവവുമല്ല. മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് വന്യമൃഗശല്യം. ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. മനു ദാമോദരനൊപ്പം നടവയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24.